എല്ലാവർക്കും വലിയ നമസ്കാരം. ശരി, എന്നാൽ നമുക്ക് വിനീതിന്റെ പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷാഡി ചേട്ടാ, ചേട്ടാ, ചേച്ചി, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇത്രയും നല്ലൊരു കോമഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞ എന്നെ ഒരു വലിയ കൈയടി തരുവാണ്. അതല്ല ചേട്ടാ, അങ്ങനെ പറഞ്ഞു ചേച്ചിന്ന് വിളിച്ചല്ലേ എന്നെ ഇവിടെ എനിക്ക് കേൾക്കാൻ കരോള് വരുവാന്ന് ഓർത്ത് ഹാർട്ട് ബീറ്റ് കേട്ടതാ ഞാൻ. അല്ല, ക്ഷമിക്കണം, ഞാൻ അങ്ങനെ ഒരിക്കലും വല്യമ്മമാരെ കയറി ചേച്ചിന്ന് വിളിക്കാൻ പാടില്ല. ക്ഷമിക്കുക, അത് ഒരു അബദ്ധം പറ്റിപ്പോയി. അത് ഇനി ആവർത്തിക്കില്ല ചേട്ടാ, ഞാൻ ഒരുപാട് ആവർത്തിക്കില്ല. എനിക്ക് പിഷാടി ചേട്ടൻ എൻ്റെ ഒരു ഗുരുനാഥനായിട്ടാണ് ഞാൻ പിഷാടി ചേട്ടനെ കാണുന്നത്. ദൈവമേ, അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു? ഞാൻ ചോദിച്ചതാ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം മിമിക്രിക്കാരനാവണമെന്ന് ആഗ്രഹിച്ച സമയത്ത് എനിക്ക് ഈ മിമിക്രിക്കാരൻ നമ്പർ പണ്ടുണ്ടല്ലോ ചേട്ടാ, നമ്മൾ ഈ സമിതികളുടെ നമ്പറുകൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് ആവശ്യമാണെന്നൊക്കെ ഒരു പേപ്പറിൽ വരും. അപ്പോൾ ഒരുപാട് പേരുടെ അവസരം ചോദിച്ചിട്ട് ആരും അവസരം തന്നില്ല. ആ സമയത്ത് ഒരു സിനിമാ മംഗളത്തിൻ്റെ ഒരു പേജിൽ പുതിയ പ്രതിഭകൾ എന്നൊക്കെ പറഞ്ഞിട്ട് രമേശ് ചേട്ടൻ്റെ ഒരു പഴയ നല്ല ചിത്രം, ഇപ്പോഴും നല്ല പടമാണ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ താഴെ രമേശ് പിഷാരടി വെള്ളൂർ താമസം എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ്റെ ഡീറ്റെയിൽസ് താഴെ 9446 തുടങ്ങുന്ന നമ്പരും ഉണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ ലാൻഡ് നമ്പറിൽ നിന്ന് ചേട്ടനെ വിളിച്ച് ഇങ്ങനെ പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, ചേട്ടാ നിങ്ങളുടെ കൂടെ എന്നെ കൂടി ചേർക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടനൊന്ന് ചിരിച്ചു. ഇപ്പോഴും എൻ്റെ ചെവിയിൽ ആ ചിരിയുണ്ട്. അപ്പോൾ എന്താ എന്നെ കളിയാക്കി അതെന്താ ചിരിച്ചെന്നറിയോ? ചിരിച്ച വേറൊന്നും കൊണ്ടല്ല, നിങ്ങളത് മുഴുവൻ വായിക്കാഞ്ഞിട്ടാണ് സിനിമാ മംഗളത്തിൽ വന്നത്. സുമുഖനായ ഈ ചെറുപ്പക്കാരൻ മിമിക്രി ചെയ്യും, സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ തേടുന്നു, ഏത് റോളും വിശ്വസിച്ചേൽപ്പിക്കാം. എന്റെ അപ്പുറത്തെ വീട്ടിലെ നമ്പറാ അത്. അവിടെ ചെന്ന് ഫോൺ എടുക്കുമ്പം എന്റെ വിചാരം പ്രിയദർശനോ ജോഷിയോ വിളിക്കുവാന്നാ. ഹലോ പിഷാരടിയാണോ? ഞാൻ അത് എന്നെ എന്തിനേലും കൂട്ടണമെന്ന് ഒരാൾ ഇങ്ങോട്ട് വിളിച്ച് അത് കണ്ടിട്ട് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും ഞാൻ ചിരിച്ചത്. അന്ന് നിർത്തിയതാണ്, കാശ് കൊടുത്ത് മാഗസീനിൽ പബ്ലിസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതൊരു വലിയ ഇപ്പോൾ കേൾക്കുന്നവർക്ക് ഒരു വലിയ കാര്യമായിട്ട് തോന്നില്ലെങ്കിലും അന്ന് രമേശ് ചേട്ടൻ തന്നിട്ടുള്ള വാക്കുകളിലൂടെ തന്നിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. കാരണം എൻ്റെ അടുത്ത് തന്നിട്ട് എന്നെ ക്ഷണിച്ചു. ഞാനിപ്പോൾ തൃപ്പൂണിത്തറയാണ് താമസം. എനിക്ക് അന്ന് നിന്റെ ദുഃഖം മനസ്സിലാവുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്നേഹം കാണിച്ചത്. ഞാൻ തൃപ്പൂണിത്തറയാണ് താമസം. സമയം കിട്ടുമ്പോൾ മോർണിംഗ് പോരും, കുഴപ്പമില്ല. എന്തൊക്കെ ചെയ്യും? ഞാൻ പറഞ്ഞു, സാറേ ഞാനിങ്ങനെ പാട്ടുപാടും മിമിക്രി സ്റ്റാറൊക്കെ പറയും. കുഴപ്പമില്ല കേട്ടോ, എന്തായാലും നീ പോരും, നല്ലതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ വിളിച്ച് ശല്യപ്പെടുത്തും. ചില സമയങ്ങളിൽ ചേട്ടൻ തിരക്കാണെങ്കിൽ പോലും പറയും. അങ്ങനെ ഇപ്പോൾ വിനീതാണ് ചേട്ടാ ചേർത്തല എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക, ആളെ അറിയാത്തൊരവസ്ഥയൊക്കെ മാറി ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്ര ദിവസം വിളിച്ചുകൊണ്ട് ഞാൻ പറയാം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരു ഷൂട്ടിന് വേണ്ടി ഇവിടുന്ന് പോകും, എറണാകുളത്ത് തിരുവനന്തപുരം പോവുകയാണ്. രാവിലെ തൃപ്പൂണിത്തറ വരാമെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം, അതിൻ്റെ മിമിക്രി നമുക്ക് നോക്കട്ടെ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അതിന് ശേഷം എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പോരാനുള്ളൊരു എന്താ പറയുക, അത്ര പ്രോത്സാഹനമില്ലാത്തൊരു ചുറ്റുപാടായതുകൊണ്ട് ഞാൻ ചേട്ടനെ വന്ന് കണ്ടില്ല. അന്ന് ഞാൻ ചേട്ടനെ പിന്നീട് ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കങ്ങനെ ആ സമയത്ത് പനിയായിപ്പോയി എന്ന് പറഞ്ഞൊരു നുണ ഞാൻ ചേട്ടനോട് പറഞ്ഞു. ഞാൻ ചേട്ടനോട് ആദ്യമേ മാപ്പ് പറയുകയാണ് കേട്ടോ, അല്ല ആദ്യമേ തന്നെ മാപ്പ് പറയുകയാണ്. എനിക്ക് അറിയില്ലായിരുന്നു നീ ഞാൻ നോക്കി വിട്ടോളാം. അത് മാത്രമല്ല, ദിവസം മാപ്പ് പറയുമ്പോൾ കൈയ്യടി കിട്ടുന്ന ആദ്യമായിട്ട് കേട്ടോ, അതെന്നാ അങ്ങനെയല്ലേ? ഇവരിയ്ക്കുക, കൈ അടിച്ചില്ലെങ്കിൽ അവരെന്നോട് മാപ്പ് പറയേണ്ടി വരും, പറഞ്ഞടിപ്പിക്കുക. അതാ. അപ്പോൾ ചേട്ടാ ഞാൻ ഈ പറഞ്ഞത്, ഈ നുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ചെറിയ നുണകളെ പറയാത്ത ആൾക്കാരുണ്ടാവില്ല, അല്ലേ ചേട്ടാ? ശരിക്കും പറഞ്ഞാൽ ഈ നുണ പറയുന്ന ആൾക്കാർക്ക് 2 ലക്ഷ്യങ്ങൾ ഉണ്ടാവാറുള്ളൂ. ഒന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ആപത്തിനെ നമ്മൾ ചെറിയൊരു നുണ കൊണ്ട് ഒതുക്കി വിടുക എന്നുള്ളതാണ്. ഈ നുണയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്ന പല TV പരസ്യങ്ങളും നുണയാണ് ചേട്ടാ, ശരിയല്ലേ? ചില എണ്ണ, ചില സോപ്പ്, ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് പറയും. നമ്മൾ ഈ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെളുക്കുമെന്ന് പറഞ്ഞ് ഇന്ന് വരെ സോപ്പ് തേച്ച് വെളുത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ എണ്ണ തേച്ചിട്ട് മുടി പോവില്ല എന്ന് പറഞ്ഞിട്ട് മുടി വളർന്ന ആരെങ്കിലും ഉണ്ടോ? അതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തുടങ്ങുകയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൃത്യമായിട്ടൊരു സത്യസന്ധമായ പരസ്യം കൊടുക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചേട്ടാ എന്നാണെന്നറിയാവോ? മദ്യം. അതിൽ കൃത്യമായിട്ട് വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ച് നോക്കുക, ഇത് ആൽക്കഹോൾ കഴിക്കുന്ന അപകടമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാലും ഞാൻ ഇതുപോലെ ഒരു പരസ്യം കണ്ടിട്ട് കൊടുത്തായിരുന്നു, വിളിച്ചിട്ട് ഇതെന്താ സംഭവം എന്നറിയാനായിട്ട്. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് എത്ര അടി പൊക്കം ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു 2.25 അടി കഷ്ടിച്ചുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. സോറി, ഇങ്ങനത്തെ ഞങ്ങൾ എടുക്കത്തില്ലെന്ന്. എന്തായിരുന്നറിയോ? ചെരുപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കം കൂടുമെന്ന് പറഞ്ഞൊരു ചെരുപ്പിനകത്ത് വെക്കുന്ന ഒരു സാധനം, അതൊരു 4 ഇഞ്ചൊക്കെ അല്ലേ പറ്റുള്ളൂ. അത് ഇങ്ങനത്തെ ഞാൻ എടുക്കത്തില്ലെന്ന്. 2.25 അടി പറഞ്ഞപ്പോ അവര് തോറ്റുപോയി. അവർക്ക് വിശ്വസിക്കാൻ ഇതെന്ത് സംഭവം പിടിയിട്ടില്ല. അല്ലെങ്കിൽ അവര് ചെരുപ്പ് ഉണ്ടാക്കി തരും, പക്ഷെ അതിൽ പിന്നെ നിങ്ങളിങ്ങനെ കേറിക്കും. ഈ മുളയിൽ നടക്കൂലേ? പോയിക്കാല്. അതന്നെ. മദ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറയേണ്ടി വരും ചേട്ടാ. ഇവൻ ഒരേ ഒരു നുണയെ പറയത്തുള്ളൂ, ഞാൻ മദ്യപിക്കില്ല എന്ന നുണ പറയും. ഈ ഒരു നാട്ടിൽ ഈ ഒരു സ്വഭാവമൊക്കെ അറിയാവുന്നതുകൊണ്ട് പുള്ളിക്കാരൻ ആരും പെണ്ണ് കൊടുത്തില്ല.
പുള്ളിയുടെ വീട് നമുക്കറിയാം ഏകദേശം നമ്മുടെ ഈ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്താണ് പുള്ളിയുടെ വീട്. അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ മൂവാറ്റുപുഴ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കെയർ ഓഫിൽ ഒരു സ്ഥലത്ത് പോയി നമ്മൾ പെണ്ണ് കണ്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു. അവർ അച്ഛൻ ചോദിച്ചു മോൻ കുടിക്കുമോ? കുടിക്കില്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ കല്യാണം നടന്നു. ഞങ്ങൾ ചെമ്പിൽ നിന്നൊരു 200 പേര്, അവൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാരെല്ലാം നമ്മൾ 200 പേര് കല്യാണം കൂടാൻ വേണ്ടി എന്താ പറയുക നമ്മൾ ചെമ്പിൽ നിന്ന് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പെണ്ണിൻ്റെ അച്ഛൻ മാറി എന്ന് പറയുക കേട്ടാ, ഇനി വരാൻ വേണ്ടി ചെമ്പിൽ നിന്ന് മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ പറഞ്ഞൊരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രമേശ് ചേട്ടാ അങ്ങനെ ആ കല്യാണം ഏകദേശം ഫിക്സ് ചെയ്തു. കല്യാണം ഫിക്സ് ചെയ്തിട്ട് അവരെ അങ്ങനെ ചെന്നു. അപ്പോൾ ചെറുക്കൻ്റെ കൂട്ടുകാരൊക്കെ ആ സമയത്ത് നമ്മൾ അത്യാവശ്യം കഴിക്കുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എടാ ഞാൻ താലി കെട്ടു, എൻ്റെ ആദ്യത്തെ കല്യാണമല്ല. ഞാൻ പറഞ്ഞു നീ 3-4 കിട്ടുന്നില്ല, ഒറ്റ കല്യാണമല്ലോ, എനിക്ക് കൈ വിറക്കും, ഞാൻ കൈ വിറകൽ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൈ വിറകൽ മാറ്റാനാണെങ്കിൽ തൽക്കാലം നീ വേണം ഒരെണ്ണം എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഒരെണ്ണം 3 4 5 അവൻ്റെ കൈയും കാലും അടിമുടി വിറച്ചുകൊണ്ടാണ് താലി കെട്ടിയത്. അങ്ങനെ ആ പെണ്ണിനെ ഒരു വിവാഹ ജീവിതം തുടങ്ങി. അവർ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഇവ ശരിക്കും പറഞ്ഞാൽ സാധാരണ നാട്ടിലെ ജോലിയാട്ടോ, ഈ കൽപ്പടി പോലത്തെ കഷ്ടപ്പാടുള്ള പണിയാണ്. ഈ പണി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭയങ്കര ശരീരവേദനയും നടുവേദനയും പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഇവൻ രാവിലെ കുളിച്ച് കുറിയൊക്കെ തൊട്ട് വൈഫിന് ഒരു ഉമ്മ കൊടുത്തു. അങ്ങനെ പറഞ്ഞ പോലെ അവരെ എല്ലാ സ്നേഹത്തിലൊക്കെ പറഞ്ഞിട്ട് പണിക്ക് പോയി. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഈ ടെൻഡൻസി ഉണ്ടല്ലോ ഏട്ടാ കഴിക്കുന്നത്. ഒരു 4-5 കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇച്ചിരിയൊക്കെ മണവും പ്രശ്നങ്ങളൊക്കെ വന്നു. ആ പെണ്ണൊന്നും മിണ്ടിയില്ല, കാരണം കല്യാണം കഴിഞ്ഞൊരു സമയമല്ലേ ആയുള്ളൂ. ഒരു 1.5 കൊല്ലം ഇത് ആവർത്തിക്കുക കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ മദ്യപിക്കുക. രാത്രി മുഴുവൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് വരും. രാവിലെ കെട്ടുവിടുമ്പോഴത്തേക്കിനും പറയും നീയാണ് ചാരു എന്ന വൈഫിൻ്റെ പേര്, ചാരു നീയാണ്, മക്കളാണ്, ഞാൻ ഒരു തുള്ളി ഞാൻ കഴിക്കത്തില്ല മോനെ, എനിക്ക് സംഭവിച്ചു പോയി, എനിക്ക് കഴിക്കത്തില്ലെന്ന് പറയും. പിന്നെ പണിക്ക് പോകും, വൈകുന്നേരം പിന്നെയും കഴിക്കും. പിന്നെ പിറ്റേ ദിവസം ചോദിക്കും നിങ്ങൾ ഇന്നലെ കഴിച്ചല്ലേ മനുഷ്യ? അപ്പോൾ പറയും ഒരു സംഭവിച്ചു പോയി, എൻ്റെ നമ്മുടെ ഭഗവാനാണ്, കൃഷ്ണനാണ്, ഇത് പടച്ചവനാണ്, ക്രിസ്തുവാണ്, അത് ഞാൻ ഇനി കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു ഇനി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന 2 സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഇവൻ പിന്നെയും കഴിച്ചിട്ട് വന്നു. അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന 2 മക്കൾ എടുത്തുകൊണ്ട് അവൾ വീട്ടിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ എന്നെ ഭയങ്കര വിഷമമായിട്ട് എൻ്റെ ഫോൺ ചെയ്യുക ചേട്ടാ ഇങ്ങനെ എന്ത് ചെയ്യൂടാ, ഞാനിങ്ങനെ ഇപ്പോൾ അവളും കുട്ടികളും ഇല്ലാതെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു നീ ഇത്രയും കണ്ട നുണയൊക്കെ പറഞ്ഞിട്ടല്ലേ, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വെള്ളം കുടിക്കാനൊക്കെ പോകണം? ഞാൻ പറഞ്ഞടാ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചാൽ. ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം നീ എന്തായാലും അവളെയും കുഞ്ഞിനെയും പിടിച്ച് സത്യം വിട്ടു, നിനക്ക് എന്തായാലും നീ കൂടി നിർത്തിയില്ല. നീ ക്രിസ്തുനെയും ക്രിസ്തു അങ്ങനെ അള്ളാഹുവിനെയൊക്കെ പിടിച്ച് ആണയിട്ടു, നീ കൂടി നിർത്തിയില്ല. നീ ഒരു കാര്യം വേറെ എന്തെങ്കിലും രീതിയിലൊരു ആണയിട്. എടാ ഞാനപ്പോൾ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യണം, നീ വാട്സപ്പ് ചെയ്യും, ഇന്ന ആളെ കൊണ്ട് സത്യം ഞാനത് കൂടി നിർത്തുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. വാട്സപ്പ് ചെയ്തു. പിറ്റേ ദിവസം അവൾ തിരിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കുന്നത് നമുക്കിനി ഡിവോഴ്സ് ആവാമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്നെ കാര്യമൊന്നും ചോദിച്ചു കേട്ടോ. അപ്പോൾ ഈ പൊട്ടൻ എഴുതി അങ്ങോട്ട് അയച്ചേക്കുക, നിനക്ക് ഇത്രയും നാൾ അറിയാൻ പോയായിരുന്നു എൻ്റെ ദേവിയാണ് ഞാൻ കുടിക്കത്തില്ലെന്ന്. ഈ ദേവി ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ഇനി ദേവിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുവുള്ളൂ പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം. പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനായി കേട്ടോ, കാരണം കുടുംബജീവിതമല്ലേ. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ അവിടെ പോയി പരാതി കൊടുത്തപ്പോൾ വക്കീൽ വളരെയധികം അവിടുത്തെ ഒരു ശ്രദ്ധേയനായ വക്കീലാണ്. എന്നാ കേസുണ്ടെങ്കിലും പുള്ളി കൃത്യമായിട്ട് ഊരിത്തരും. അപ്പോൾ പുള്ളിയുടെ അടുത്ത് എന്നുവെച്ചും പറഞ്ഞു ഈ പറഞ്ഞ പോലെ ചേട്ടാ എനിക്ക് ഈ നാട്ടിൽ 1ാമത് ചീത്തപ്പേരൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വിഷയം ഇത് വെളിയിൽ ഒരു കാരണവശാലും പോകരുത്, ഇത് വെളിച്ചം കാണുകയേ ചെയ്യരുതെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു 5,500 രൂപ ഫീസും കൊടുത്തു. ആ പുള്ളി കൃത്യമായിട്ട് കേസ് ബാധിച്ചു. കേസിൽ ഇവൻ തോറ്റു. അവൻ ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. 9 വർഷമായിട്ട് ജയിലിനകത്ത് കേട്ടോ കോട്ടയത്ത്. സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചില രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ, അവിടുത്തെ ഉള്ളവരെ സഹായിക്കുക, നമ്മളുടെ അല്ലേ ശരിയല്ലേ? ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും വെള്ളയൊക്കെ ഇട്ട് നല്ല രാഷ്ട്രീയക്കാർ. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് ദാമോദരൻ ചേട്ടൻ. അപ്പോൾ പുള്ളിക്കാരനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ നമ്മളുടെ കാര്യം ഒന്ന് പരിഗണിക്കാവോ, നമ്മളെ ഒന്ന് സഹായിക്കാവോ? എന്നെ ഉണ്ടെങ്കിൽ ഒരു ഒറ്റ കോള് മതി, അവിടെ നിൽക്കും എന്ന് പറഞ്ഞു. ഓ സന്തോഷമായി, കാരണം ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി ഒരാളായല്ലോ ചേട്ടാ. അങ്ങനെ ഒരു അതിർത്തി തർക്കം വന്നു. എൻ്റെ ഈ കൂട്ടുകാരൻ ഇവനും തൊട്ടപ്പുറത്തെ വീട്ടുകാരൻ തമ്മിൽ വഴക്കായി. ഇതിൻ്റെ നടുക്ക് ഇടപെട്ട ആൾ ഈ ദാമോദരൻ ചേട്ടനാണ്, രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 വശത്ത് നിൽക്കേണ്ട ആൾ തന്നെ, ഒരു നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ട ആൾ അവരുടെ കൂടെ നിന്നിട്ട് ഇവനെ തോൽപ്പിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം ചായക്കട വെച്ച് ഈ ദാമോദരൻ ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഇവൻ ചോദിച്ചു ചേട്ടാ എന്നാ പരിപാടി ചേട്ടാ കാണിച്ചേ? നമ്മൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങളൊന്നൊരു വാക്കൊക്കെ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരൊറ്റ കോള് മതി അവിടെ നിൽക്കുമെന്ന്. ഇപ്പോൾ പുള്ളി ഉടനെ എന്നെ വിളിച്ച് മാറ്റിയെടുത്തിട്ട് പറയും എൻ്റെ പൊന്നു മക്കളെ രാഷ്ട്രീയമില്ല, എനിക്ക് വേറെ ജോലിയും കൂലിയൊന്നും അറിയത്തില്ലല്ലോ, ചില്ലറ കിട്ടാനുള്ള കോള് കിട്ടി ഞാൻ അവിടെ നിന്നു, ഒരൊറ്റ കോള് കിട്ടിയപ്പോൾ ഞാൻ ആ ഭാഗത്ത് നിന്നു എന്നുള്ളത് പുള്ളി പറയുകയും ചെയ്തു. അപ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ ഒരു നാണവും ഇല്ലാതെ കേട്ടോ, ഇത്രയും നാൾ 5 വർഷം മുമ്പ് ജയിച്ചു പോയിട്ട് സ്വന്തം വീട് പോലും അറിയത്തില്ല, സ്വന്തം മണ്ഡലം നോക്കാത്ത രാഷ്ട്രീയക്കാരൻ പിന്നെയും വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അനിയ എനിക്കിതുപോലെ വോട്ട് ചെയ്യണം, ഞാനിവിടെ എല്ലാ വികസനവും കാര്യങ്ങളും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ നിൽക്ക്, ഒരു കാര്യം പറഞ്ഞിട്ട് ചേട്ടൻ പോയാൽ മതി. ചേട്ടൻ ഈ പഞ്ചായത്തിൽ എന്നാ വികസനം ചേട്ടാ കൊണ്ടുവന്നത്? അതിനടാ നീ പറഞ്ഞ നമ്മുടെ ആൽത്തറ ജംഗ്ഷൻ നിനക്കറിയാമോ? ഞാൻ പറഞ്ഞ ആൽത്തറ ജംഗ്ഷൻ എനിക്കറിയാം, എൻ്റെ ടൈലറിംഗ് ഷോപ്പ് അതിൻ്റെ അടുത്താണ്. അതിൻ്റെ വാതിക്കൽ റോട്ടിലൊരു കുഴി ഉണ്ടായിരുന്നില്ല? ഞാൻ പറഞ്ഞു കുഴി ഉണ്ടായിരുന്നു. ഞാനന്ന് വോട്ട് ചോദിക്കാൻ വന്നതില്ലേ? ഞാൻ പറഞ്ഞു ചേട്ടൻ അന്ന് വോട്ട് ചോദിക്കാൻ വന്നതല്ലേ? ഞാൻ എങ്ങനെയാണ് അന്ന് വോട്ട് ചോദിക്കാൻ വന്നേ? ഞാൻ പറഞ്ഞു ചേട്ടൻ ഈ കുഴി ഇങ്ങനെ കാല് കവിച്ച് വെച്ചാൽ വന്നേ? ആണല്ലോ. ഇന്ന് ഞാൻ വോട്ട് ചോദിക്കാൻ വന്നേക്കുന്നത് ഈ കുഴിയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേയറ്റം വരെ ഞാൻ വള്ളം പിടിച്ചിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടോ ആ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല ചില ആൾക്കാരുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരാളുടെ വീടിൻ്റെ മച്ചിൽ ഒരു വിരൽ കടത്താവുന്ന ഒരു തുള,
അപ്പോൾ ഈ മച്ചിൽ പണി എന്ന് പറഞ്ഞാൽ ഓട് ഇളക്കിയിട്ട് ആ മോളിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം പണിയാൻ, താഴെ നിന്ന് പണിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ ആശാരിനെ കൊണ്ടുവന്നിട്ട് ഈ ആൾ പറഞ്ഞത് അത് ഈ മച്ചിൽ ഈ വിരൽ കിടക്കണം. ആ പുള്ളി എന്ത് ചെയ്ത് തുള എന്ത് ഇത് ഇവിടെ ഒരു തുള ഉണ്ടോ അവിടെ ആയിട്ട് മച്ചിൽ ഒരു വിരൽ കിടക്കാനുള്ളൊരു തുളയുണ്ട്, അതൊന്ന് നന്നാക്കണം. പുള്ളി ഇവിടെ നന്നാക്കാൻ പറ്റിയില്ല, മേളിൽ കൂടെ ചെന്ന് ഇറങ്ങിയിട്ട് വേണം നന്നാക്കാൻ. ശരി നന്നാക്കാൻ പറഞ്ഞിട്ട് പുള്ളി മേളിൽ കൂടെ കയറി പണി തുടങ്ങി. ഒരു ഉച്ചയായപ്പോൾ ചോറുണ്ണാൻ വേണ്ടി വിളിക്കാൻ വന്നിട്ട് ഈ പുള്ളി അതേ ചോറായി കേട്ടോ പറഞ്ഞപ്പോൾ ആ ആശാരി ആ തുള വഴി ഇറങ്ങി വന്ന് ഉഗ്രനായ പെർഫോമൻസ് ആയിരുന്നു, നല്ല കോൺഫിഡൻസ്. എനിക്ക് വിനീതിൻ്റെ പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല സ്ഫുടതയോടുകൂടി തന്നെ നമ്മൾ ചെയ്യുന്ന സംഭവത്തിന് നല്ല കോൺഫിഡൻസോടുകൂടി നല്ല ടെമ്പോ ഉണ്ട്, നല്ല ടെമ്പോ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ. എത്ര ധൈര്യത്തിലാണ്, ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുപോലെ എനിക്ക് കുറേ നാൾ മുമ്പ് പക്ഷേ സിനിമയിൽ ജോക്കറൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് മിമിക്രിയൊക്കെ ചെയ്ത് അത്യാവശ്യം ടി വി സവാരി ഗിരിഗിരി അതുപോലത്തെ ഇതിലൊക്കെ അത്ര ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അങ്ങനെയൊന്ന് വരുന്നൊരു സമയമായിട്ട് എനിക്ക് ഇതുപോലെ കോൾ വന്നു. അജയനല്ലേ? അതെ, ഞാൻ ഇന്ന ജ്വല്ലറിയുടെ ആളാണ്, ഒരു പരിപാടി വരണമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടാണ് ജ്വല്ലറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് നമ്മളെ വിളിക്കുന്നത്. മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതുപോലെ തന്നെ അങ്ങനത്തെ കൾച്ചറൽ പ്രോഗ്രാമുകളാണ് കൂടുതലും വന്നുകൊണ്ട് ജ്വല്ലറി എന്ന് കേട്ടോടുകൂടി ഞാൻ ഭയങ്കരമായിട്ടൊരു ആവേശത്തിലെ ഓക്കെ എന്നാ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 മുതൽ 1-ാം തീയതി വരെ ഒരാഴ്ചത്തോളം പ്രോഗ്രാം ഉണ്ടാവും. അത് പറഞ്ഞതോടുകൂടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉണർന്നു. ഒരാഴ്ച ജ്വല്ലറിയായിട്ട് ബന്ധപ്പെട്ട പരിപാടിയോ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്താണ്, ആരൊക്കെ വേണം എൻ്റെ കൂട്ടത്തിൽ? ആരും വേണ്ട, നിങ്ങൾ തന്നെ വന്നാൽ മതി. ഞങ്ങൾ ജ്വല്ലറിയുടെ ഒരു ബോർഡ് കൈത്തരും, അതുമായിട്ട് അതിൻ്റെ വാതുക്കം നിന്നാൽ മതി എന്ന്